പല്ല് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു എള്ളുണ്ടയും കടിച്ചു പിടിച്ചുള്ള നിപ്പാണ് കേട്ടോ ഇത്. എന്തോ ഭാഗ്യം വലിയ കട്ടിയില്ലാത്തതുകൊണ്ട് എൻ്റെ പല്ല് പൊട്ടിയില്ല. പിന്നെ ഇന്നലെ ഞാൻ വറുത്തിട്ടുണ്ടായിരുന്ന തേങ്ങ ഇങ്ങനെ ഡെപ്പിയിലാക്കി വെക്കും. ഈ ആഴ്ച വറുത്തരച്ച കറിക്കെല്ലാം ഇത് ചേർക്കാം കേട്ടോ. പിന്നെ എൻ്റെ മീൻ കുഞ്ഞുങ്ങൾ ഇതാണ്. ഇവർക്ക് തീറ്റ കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. ഇവർക്ക് തീറ്റ കൊടുക്കുമ്പോഴത്തേനും സാധാരണ ഇവരെല്ലാം ഓടി വരുന്നതാണ്. പിന്നെ രാവിലെ ഒരു 2 കഷ്ണം തീറ്റ കൊടുത്തത് കൊണ്ടാവും, അല്ല 2-3 തീറ്റ കൊടുത്തോണ്ടാവും അവരാരും ഓടി വന്നില്ല. പിന്നെ ഇതൊക്കെയാണ് ഇതിനുള്ളിലെ സെറ്റപ്പ്. എന്ത് ചെയ്യാനാണ്, DJ സെറ്റപ്പാണ് ഞങ്ങളുടെ മീൻ കുഞ്ഞുങ്ങൾക്ക്. വലിയ സെറ്റപ്പിലൊക്കെയാണ് അവർ ജീവിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് വിശന്നു. പിന്നെ ഞാൻ കഴിക്കണ്ടേ, മീൻ കുഞ്ഞുങ്ങൾ മാത്രം കഴിച്ചാൽ മതിയോ? അങ്ങനെ ഞാൻ ഇന്നലെ ഉണ്ടാക്കി ചീറ്റിപ്പോയ ബിരിയാണി കഴിക്കാനായിട്ട് വന്നു. ഇത് കഴിച്ച് തീർത്തേ പറ്റുള്ളൂ നമ്മൾ പറഞ്ഞു. എന്ത് ചെയ്യാനല്ലേ. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ വലിയ വലിയ സെറ്റപ്പുകളൊക്കെയാണ്. വീടിനുള്ളിലേക്ക് സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഷീറ്റിൽ ഓട്ടയൊക്കെ ഇട്ടിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. പിന്നെ മഴക്കാലത്ത് ഇതിൽ കൂടെ വെള്ളവും കിട്ടാറുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാക്കി ബിരിയാണി എടുക്കാം. വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ബിരിയാണി തള്ളിക്കളയാൻ പറ്റുമോ? ഇല്ല, ഞാൻ തന്നെ ഫുള്ള് കഴിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അമ്മ ചവിട്ടി വീട്ടിൽ നിന്ന് പുറത്തിറക്കും. എന്ത് ജീവിതമല്ലേ. അങ്ങനെ ഞാൻ ബിരിയാണിയുടെ ഭംഗി കൂട്ടാൻ കുറച്ച് ഒക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ സമാധാനപരമായിട്ടിരുന്ന് ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ കുരുപ്പ് അടുക്കളയിൽ നിന്ന് വന്നിട്ട് എൻ്റെ പ്ലേറ്റിലുണ്ടായിരുന്ന ചിക്കൻ പീസ് അടിച്ച് മാറ്റിക്കൊണ്ട് പോയത്. ഞാൻ ആ രംഗം പ്രതീക്ഷിച്ചില്ല. അവൾ എൻ്റെ ചിക്കൻ പീസ് അടിച്ചു എൻ്റെ കണ്ണീരാണ് കാണുന്നത്. ആ വിഷമം തീർക്കാൻ അപ്പുറത്ത് പിള്ളേരുണ്ടാക്കി കൺമശി കാണാൻ വേണ്ടിയിട്ട് പോയി. അവരുണ്ടാക്കിയ കൺമശിയാണ് കേട്ടത്. സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം ഡൗട്ട് ഉണ്ടായിരുന്നത് സംഭവം വർക്കിംഗ് ആണോന്ന്. വർക്കിംഗ് ആണെന്ന് അറിയിക്കാൻ വേണ്ടി പ്രൊഡക്റ്റ് ഇറക്കിയ ആൾ തന്നെ ഇത് എഴുതി കാണിച്ചു. അപ്പം സംഭവം സക്സസ്. അങ്ങനെ ഞാനും കുറച്ച് നേരം അതൊക്കെ എഴുതി നോക്കിയതിന് ശേഷം ഞാൻ അവരെ കുറച്ച് നേരം അഭിനന്ദിച്ചു. എൻ്റെ പിള്ളേരുടെ ഓരോരോ വെക്കേഷനിലുള്ള കഴിവുകളെ. അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോകുമ്പോൾ ഒടുക്കത്തെ വെയിലായിരുന്നു. വെയിലടിച്ച് എൻ്റെ തലയുടെ ഡിസ്പ്ലേ അടിച്ചു പോയി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.